ഹായ് ഫ്രണ്ട്സ്, വിജയ രമേശ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മൂന്നാറിൽ നിന്നും സേലം എത്തിയിരിക്കുകയാണ്. ഒരു കുഞ്ഞു വീഡിയോയാണ്. പോകാം വീഡിയോയിലേക്ക്. മൂന്നാർ വ്ളോഗ് തേനി വരെ എത്തിയതാണ് നമ്മൾ കണ്ടതല്ലേ. തേനിയിൽ നിന്നും ഞങ്ങളുടെ സേലം രാശിപുരം ഞങ്ങളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ പൊങ്കലിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്. 2 വീടാണ്. ഒന്ന് അമ്മയ്ക്കും അച്ഛനും, ഒന്ന് ഞങ്ങൾക്ക് താമസിക്കാനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് തുണിയെല്ലാം വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പൊങ്കലിൻ്റെ തലേ ദിവസം എന്ന് പറയുക അടുക്കുക, ഒരുക്കുക, മീൻസ് തുണിയെല്ലാം കഴുകി വീടിനകം എല്ലാം തുടച്ച് ക്ലീനാക്കി എല്ലാവരും കുളിച്ച് വൃത്തിയായ ശേഷം പിന്നെ വീടിനകത്ത് കയറി ഭക്ഷണം പാകം ചെയ്യും. ഇതാണ് കേട്ടോ എൻ്റെ റൊട്ടീൻ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിച്ചണിനകത്ത് വന്ന് പാത്രങ്ങളെല്ലാം, അത്യാവശ്യം പാത്രമെല്ലാം അമ്മ തലേ ദിവസമേ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴുകി അടുക്കളയെല്ലാം നീറ്റായിട്ട് അങ്ങ് തുടച്ച് വെച്ച് കേട്ടോ. ഇവിടെ എപ്പോഴും വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ചുവരായാലും അടുക്കളയായാലും ഭയങ്കര വൃത്തിയാണ്. അമ്മ അത്രയും പക്കയായിട്ടാണ് കേട്ടോ നോക്കുന്നത്. അങ്ങനെ അതായത് നമ്മുടെ ഒരു കുഞ്ഞ് കിച്ചണാണ് കേട്ടോ. അപ്പുറത്തെ വീട്ടിലാണ് ആദ്യം ഉണ്ടായിരുന്നത് കിച്ചൺ. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഇപ്പുറത്തോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കബോർഡൊക്കെ വെച്ച് ഇത് രമേശ് ചേട്ടൻ ഖത്തറിൽ പോയ സമയത്ത് അമ്മ ആവശ്യപ്പെട്ട് അങ്ങനെ ചെയ്ത് കൊടുത്താണ് കേട്ടോ. റൂമിനകത്തും എല്ലാ 2 വീടിനകത്തും കുറച്ച് കബോർഡൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നമ്മുടെ ഫ്ലാസ്ക് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ചൂട് വെള്ളം വെച്ചിട്ട് ഫ്ലാസ്ക് ഒഴിച്ച് വെളിയിൽ കൊണ്ട് വയ്ക്കണം. കാരണം ഇനി വീടൊക്കെ തുടച്ചതിന് ശേഷം അകത്ത് കയറാൻ പറ്റുള്ളൂ. ഇത് അപ്പുറത്തെ വീടാണ് കേട്ടോ, അമ്മയുടെ അച്ഛൻ്റെ താമസിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ പഴയ അടുക്കളയായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നിലമുണ്ട്. അപ്പോൾ ഇത് അരിയാണ് കേട്ടോ ഇങ്ങനെ ചാക്കിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കിച്ചണകത്ത് ഇപ്പം എന്താ പറയേണ്ടത്, ഗ്രൈൻഡറും വാഷിംഗ് മെഷീനൊക്കെ അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ രമേശ് ചേട്ടൻ രാവിലെ വന്ന് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടയ്ക്കുന്നുണ്ട് കേട്ടോ. കാരണം അമ്മയെ വിട്ട് കഴിഞ്ഞാൽ അമ്മ തുടച്ച് തന്നെ വീണ്ടും തുടച്ചുകൊണ്ട് നിൽക്കും കേട്ടോ. അത് കാരണമാണ് കേട്ടോ. ഇത് ഇവിടെ ഒരു ഹാളാണ് കേട്ടോ. കുഞ്ഞ് വലിയ അലങ്കാരം പോലത്തെ വളരെ സിമ്പിൾ ഒരു ഹോമാണ് കേട്ടോ. താഴെ ഇവിടെ ഒരു റൂമുണ്ട്, മുകളിൽ 2 റൂം, അങ്ങനെയാണ് കേട്ടോ ഇത്. പിന്നെ ഈ 2 വീടിനെ സംബന്ധിച്ച് ഇതാ ഇങ്ങനെ ഒരു ജയിൽ പോലെ, ഞാൻ എപ്പോഴും പറഞ്ഞ ജയിൽ പോലെ എന്ന് പറയുന്നത്, അതായത് ഇവർ പ്രായമായ അമ്മ അച്ഛനാണല്ലോ. അപ്പോൾ അവർക്കൊരു സേഫിന് വേണ്ടിയിട്ട് ഇങ്ങനെ ജയിൽ പോലെ ഗ്രില്ല് പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് താൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മുകളിലോട്ട് പോകാനും, ഇത് അപ്പുറത്ത് അമ്മയുടെ അച്ഛൻ്റെ അവിടെ നിന്ന് മുകളിലോട്ട് പോകാനും, മുകളിൽ 2 ബെഡ്റൂം ഇതുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും ഇതാണ് ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ രമേശ് ചേട്ടൻ ഇങ്ങനെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ പുറകെ പോയി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് നമ്മുടെ വീടും ഇത് അമ്മയച്ഛനും താമസിക്കുന്ന വീടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞില്ല 2 ബെഡ്റൂം ഇത് 2 വീടിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ അമ്മയച്ഛനും കൂടി ഇന്നലെ അതെല്ലാം ഞങ്ങൾ പോകുന്നതിൻ്റെ തലേ ദിവസം തന്നെ അവിടെ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് എളുപ്പമായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങളിങ്ങനെ സന്തോഷത്തോടെ പണികൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ, അവിടെ ഫ്രണ്ട് റോഡാണ്. റോഡിൽ നിന്ന് ഗേറ്റ് തുറന്ന് ഇത്രയും ഒരു സ്ഥലമുണ്ട്. ഇങ്ങനെ വന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ അകത്തോട്ട് കയറുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ഗ്രില്ലാണ്. പിള്ളേർ ആര്യ സൂര്യൻ പറഞ്ഞ ജയിലാണ്. അപ്പോൾ ഞങ്ങൾ ജയിലിനകത്ത് അടച്ച് കിടക്കുകയാണെന്ന് പറയും. കാരണം അമ്മയും അച്ഛനും എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പിള്ളേരിപ്പം പോയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവർ ഗേറ്റിനകത്തിട്ട് പൂട്ടിയിട്ടാണ് അവർ പുറത്ത് പോയത്. അപ്പം അങ്ങനെയാണ് കേട്ടോ. പക്ഷേ ഭയങ്കര മനോഹരമാണ്. ഇത് ഇളയച്ഛൻ്റെ വീടാണ് കേട്ടോ. അപ്പം അച്ഛൻ്റെ കൂടെ പിറന്ന 5 സഹോദരങ്ങളാണ്. അപ്പോൾ എല്ലാവരും അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ വീടുകൾ വെച്ചിരിക്കുന്നത്. അപ്പം ചെടികളൊക്കെ ഇവിടെ നിറയെ ഉണ്ടായിരുന്നു, റോസയും പിച്ചിയും ഒക്കെ ഉണ്ടായിരുന്നു. അമ്മ ഇപ്പോൾ അതെല്ലാം വെട്ടിക്കളഞ്ഞിരിക്കുകയാണ്. പിന്നെ ഒരു ഹാരജമതി മാത്രം ഇങ്ങനെ പൂത്തുയർന്ന്, പിന്നെ എന്നെ കെട്ടിക്കൊണ്ട് പോയി അന്ന് മുതൽ ഈ കല്ലും അരകല്ലും ഒക്കെ ഉണ്ട്. എന്തിനാണെന്ന് അറിയില്ല, അവിടെ വെറുതെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇന്ന് വരെ അവിടെ ഒരു പ്രയോജനം നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഇളയച്ചൻ്റെ പ്രോപ്പർട്ടിയാണ് ഓരോരുത്തരുടെ. ഞങ്ങളന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് അവിടെ കമുവിൻ്റെ പാടം ഉണ്ടായിരുന്നല്ലോ, ഷോർട്സ് ഇട്ടല്ലോ, അവിടെയാണ് ഞങ്ങളുടെ പ്രോപ്പർട്ടിയൊക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ തന്നെ 5 സഹോദരങ്ങൾ ഒരേ ലെവലിൽ തന്നെയാണ് കേട്ടോ വീടൊക്കെ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ അടുത്തടുത്ത് വരിയായിട്ട് പോയിട്ടുണ്ട്. ഞാൻ ഫ്രണ്ടിൽ പോയി ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല. ഞാനിപ്പോൾ ഇത് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ആ ഫ്രണ്ടിലുള്ളത് കൊണ്ട് കാണിക്കുന്നത്. പക്ഷേ ഞാൻ മുന്നേ പോയപ്പം ഷോർട്സ് ഇട്ടപ്പോൾ ആ ഷോർട്സിനകത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു. അപ്പോൾ അതെങ്ങനെ ചെയറെല്ലാം ഇവിടെ കഴുകി വെച്ച് കേട്ടോ. ഓരോന്ന് പറഞ്ഞ് ഈ വണ്ടികൾ, ഞങ്ങൾ സ്കൂട്ടി, അതുപോലെ തന്നെ ബൈക്ക്, പിന്നെ അമ്മ പാലി വണ്ടി ഞാൻ എപ്പോഴും പറയും, നമ്മൾ എന്താ ഡ്രൈവിംഗ് പഠിക്കുന്നൊരു വണ്ടി ഉണ്ടല്ലോ, അതിവിടെ രമേശൻ്റെ അമ്മ ഓട്ടിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം കഴുകി ഞാനിവിടെ തൂത്തതാണ് കേട്ടോ. എന്നിട്ട് അമ്മയ്ക്ക് അത് ശരിയാവാത്തതുകൊണ്ട് അമ്മ പിന്നെയും പോയി തൂക്കുകയാണ്. അപ്പോഴത്തേക്ക് ഞാൻ ഫസ്റ്റ് കുളിച്ചു കേട്ടോ. കുളിച്ച് ഞാൻ വീട്ടിനകത്ത് വന്ന് നമ്മുടെ അമരയ്ക്ക ചെടിയിലുണ്ടായിരുന്നല്ലോ, അപ്പോൾ അമരയ്ക്കത് എത്ര ഉണ്ടായിരുന്നു. അപ്പോൾ അമരയ്ക്കേനെ തോരൻ വെക്കാനായിട്ട് ഇങ്ങനെ കീറി ഇങ്ങനെ അരിയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു എന്താ പറയുക, ഇവരൊരു നിവേദ്യമായിട്ട് എല്ലാ വീടുകളിലത്ത് പൊങ്കലിൻ്റെ തലേ ദിവസം ഈ അമരയ്ക്ക തോരൻ വെക്കും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുളിച്ചു വന്നു, പിന്നെ അച്ഛനും കുളിച്ചു, രമേശ് ചേട്ടൻ കുളിച്ചു. അതിനുശേഷം ഫ്രണ്ടിലാണെങ്കിൽ ഇവരിങ്ങനെ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ വേപ്പില ഉണ്ടല്ലോ, ആര്യവേപ്പ്, അതുപോലെ തന്നെ സംക്രാന്തി, പിന്നെ ആവാരമ്പൂ, പിന്നെ മാവില, ഇങ്ങനെ വെച്ചിട്ട് ഒരു 10-40 കൂറ് പോലെ ഇങ്ങനെ വെക്കും. അതായത് വീടിൻ്റെ ഓരോ മൂലയ്ക്ക് ഇങ്ങനെ തോരണം കണ്ടോ, തോരണം കിട്ടുന്നില്ലേ, അതുപോലെ എല്ലാം ഇങ്ങനെ കെട്ടും കേട്ടോ. അവർ ആ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഞാനിവിടെ കിച്ചണിൽ എൻ്റെ അടുക്കള ജോലി ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അമരയ്ക്ക തോരൻ വെക്കുന്നത് സിമ്പിൾ റെസിപ്പിയാണ്.
ചട്ടി ചൂടായ സമയത്ത് ഇവിടെ കടല എണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കടല എണ്ണ ഒഴിച്ചു, കടുക് ഇട്ട്, വറ്റൽമുളകൊക്കെ ഇട്ടു. അതിനുശേഷം ഞാൻ ഈ അമരക്കയും ഉള്ളിയൊക്കെ ഇട്ട് വറ്റിച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടാകുമ്പോൾ അത് വെന്തോരും. ഇവിടെ ചോറ് ഇവിടെ ആയിട്ടുണ്ടായിരുന്നു. രസത്തിന് ഞാൻ പുളി പിഴിഞ്ഞ് വെച്ചു. ഇവിടെ തൈര് ഇരിപ്പുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, വിജി എന്തപ്പോൾ ഞാൻ ഓർത്തൊരു മല്ലിയില ചമ്മന്തി ഉണ്ടാക്കുന്നത്. അമ്മ പറഞ്ഞു, വേണ്ട വേണ്ട, നിൻ്റെ ക്യാരറ്റ് സാമ്പാർ. അപ്പോൾ ഞാൻ ഒരു ക്യാരറ്റ് മാത്രമായിട്ടൊരു സാമ്പാർ ഉണ്ടാക്കും. അത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോഴത്തേക്കും അമരയ്ക്ക് ഇവിടെ വെന്ത് വന്ന് ഇച്ചിരി തേങ്ങ ഇട്ട് എടുത്തു, അത്ര തന്നെ കേട്ടോ. രസം ഇവിടെ അടിപൊളിയായിട്ട് നമ്മുടെ എന്താ പറയേണ്ടത്, ഇഞ്ചി വെളുത്തുള്ളി കുരുമുളകൊക്കെ ഇട്ടുള്ള ഒരു സിമ്പിൾ രസം ഇവിടെ റെഡിയായി. സാമ്പാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. നമ്മുടെ രസം തോരനൊക്കെ റെഡിയായി. ഈ സമയം എന്താ പറയുക, 1 മണിക്കൂർ കൊണ്ട് ഞാൻ അടുക്കള ജോലി എല്ലാം ചെയ്ത് കഴിഞ്ഞ സമയത്തും എൻ്റെ പ്രിയ അമ്മ കുളിച്ച് വന്നതിന് ശേഷം പിന്നെ അമ്മ തിരി വയ്ക്കുകയും വിളക്ക് കത്തിക്കുന്ന ആ ഒരു തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ. ഇതാണ് അമ്മ കേട്ടോ, ഭയങ്കര ഭക്തയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മ അത് കാര്യങ്ങളൊക്കെ അതവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു സിമ്പിൾ കുഞ്ഞു വീടാണ് കേട്ടോ. ഇവിടെ ഒരു ഹാൾ, ഇവിടെ തന്നെ ഒരു പൂജാമുറിയും വെച്ചിട്ടുണ്ട്. അവിടെ തന്നെയാണ് ഊണുമേശയുള്ളത് കേട്ടോ. നമ്മൾ ഫുഡൊക്കെ ഒരുക്കിയതിന് ശേഷമാണ് ഇവിടെ നമ്മുടെ ബെഡ്റൂം കേട്ടോ. ഇവിടെ ഒരു റൂമാണ്, മുകളിൽ 2 റൂമാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിൾ. നമ്മൾ കൊണ്ടുവന്ന് ബാഗെല്ലാം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഡോറ്, പിന്നെന്താ പറയേണ്ടത്, കബോർഡ്. ഇത് രമേശേട്ടൻ ഖത്തറിൽ പോയപ്പോൾ ചെയ്തതാണ് കേട്ടോ. അമ്മ ആവശ്യപ്പെട്ടാണ് എനിക്കതൊന്ന് കബോർഡ് ചെയ്ത് താന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അങ്ങനെയാണ് ഒരു സിമ്പിൾ വീടാണ്. ഇവിടെ അങ്ങനെ ഡെക്കറേഷനൊക്കെ ആയിരുന്നു. കട്ടിലുണ്ടല്ലോ, അതൊരു ഭയങ്കര ഹൈലൈറ്റാണ്. ഇവിടെ എല്ലാ വീടിനകത്തും ഇങ്ങനത്തെ കട്ടിലുണ്ട് കേട്ടോ. ഈ സമയം ഇവിടെ അച്ഛനും മോനും കൂടെ ഇവിടെ എല്ലായിടത്തുമൊക്കെ കെട്ടി തോരണമെല്ലാം കെട്ടി അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയേണ്ടത്, വളരെ സ്വസ്ഥം, ശാന്തം, സുന്ദരമായൊരു ജീവിതം എന്ന് തന്നെ പറയാം കേട്ടോ. അടിപൊളിയായിട്ട് ഞങ്ങളെങ്ങനെ 2 ദിവസം ഇവിടെ നിൽക്കാൻ പറ്റിയത്. കാരണം രമേശേട്ടന് പിന്നെ പോകണമല്ലോ. അപ്പോൾ ആ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെയും വളരെ സന്തോഷത്തോടു കൂടെ ഞങ്ങൾ നിന്നു. അതിനുശേഷം അമ്മ എല്ലാം വിളക്കെല്ലാം കത്തിച്ചതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു കേട്ടോ. ഇത് പഴയ ഫ്രിഡ്ജാണ് കേട്ടോ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് പോയ സമയത്തുള്ള ഫ്രിഡ്ജാണ്. അതിപ്പം വർക്കിംഗ് ആണെന്ന് തോന്നുന്നു, പക്ഷേ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് പുതിയ ഫ്രിഡ്ജാണ്. സാധനങ്ങളൊക്കെ ഇങ്ങനെ കുത്തി നിറച്ച് അമ്മ വെച്ചിട്ടുണ്ട് കേട്ടോ. കടലയൊക്കെ ഇവിടെ സ്റ്റോക്കാണ്, പക്ഷേ അവർ കറികൾക്കൊക്കെ മാത്രമാണ് ഇത് എടുക്കുന്നത് കേട്ടോ. എന്താ പറയേണ്ടത്, വളരെ മനോഹരമാണ് കേട്ടോ. ഒരു സിമ്പിൾ ലൈഫാണ് കേട്ടോ ഇവിടെ. എന്ത് പറയേണ്ടത്, അങ്ങനെ ആർഭാടങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ലൈഫ്. അങ്ങനെയല്ല ഫുഡൊക്കെ കഴിച്ച് പിറ്റേന്ന് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ രമേശേട്ടൻ്റെ അച്ഛനും ഇളയച്ചൻ്റെ മകനും കൂടി ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി. അതിനുശേഷം ഞങ്ങളുടെ BRV കൊണ്ട് അവർ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനകത്ത് വന്നു കേട്ടോ. സേലം റെയിൽവേ സ്റ്റേഷനാണ്. കാരണം എന്ന് വെച്ചാലും നമുക്കറിയില്ല, രമേശേട്ടൻ പോകണം. അപ്പോൾ കുറേ സ്നാക്സ് ഐറ്റംസും അച്ചാറും ഇതൊക്കെ അമ്മേനെ എപ്പോഴും ഉണ്ടാക്കുന്ന സ്നാക്സ് ഐറ്റം ഒക്കെ കേട്ടോ. രമേശേട്ടൻ എപ്പോൾ പോയാലും രമേശേട്ടനെ നമുക്ക് അവിടെ പോകുന്ന സമയത്ത് അമ്മയുടെ കുറച്ച് മാസ്റ്റർ പീസ് സ്നാക്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരിക. വളരെ സന്തോഷമാണ്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾക്ക് ട്രെയിൻ വരേണ്ട സമയമായി. അപ്പോൾ ഞങ്ങളിങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. രമേശേട്ടന് ഒരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ, അമ്മയപ്പനെയൊക്കെ വിട്ട് വരുന്നില്ല. ഇനിയിപ്പോൾ 1 വർഷം കഴിഞ്ഞില്ലേ അവരെ കാണാൻ പറ്റും, അതിൻ്റെ ഒരു വിഷമം നല്ലോണം ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ട്രെയിൻ വന്നു. അങ്ങനെ എന്താ പറയുക, പൊങ്കലിനെ സംബന്ധിച്ച് ഞങ്ങൾ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ഇതിപ്പോൾ അതിനുശേഷം ഇടുന്നതാണ്. ഇപ്പോൾ രമേശേട്ടൻ ദുബായിലുണ്ട്, ഞാൻ ട്രിവാൻഡ്രത്തുണ്ട്. അപ്പോൾ ഇത്രയുമുള്ള വീഡിയോ. ഇത്രയും സമയം വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.